ഒരു 2010 650 അടി കൊക്കയിൽ പോയ ഞാൻ ഇവിടെ നിന്നിങ്ങനെ 2 മണിക്കൂർ വാതോരാതെ നിങ്ങളോട് സംസാരിക്കുന്നുണ്ട് എങ്കിൽ ഇടത് കൈ ഇങ്ങനെ മടക്കാൻ കഴിയാതെ കാതിലേക്ക് എൻ്റെ കമ്മലെടുത്തിട്ട് ഇടാൻ കഴിയാതെ ദാ ഈ പിന്നുണ്ടല്ലോ ഉള്ളിലേക്ക് കുത്താൻ പറ്റാതെ ഈ കൈ മടങ്ങാൻ കഴിയാതെ ഇന്ന് കേരളത്തിന് പുറത്തും ഇങ്ങനെ സഞ്ചരിക്കുന്നുവെങ്കിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും കോരിയെടുത്തൊരു മഹാഗുരുവുണ്ട്. ആ ജീവൻ്റെ സത്ത ശ്രീനാരായണ ഭഗവാൻ എൻ്റെ കുടുംബത്തെ ആ ഭഗവാന്റെ നെഞ്ചിൻ കൂട്ടിലേക്ക് ചേർത്ത് പിടിച്ചു. സുഖവും ദുഃഖവും ജീവിതത്തിലുണ്ട്. സുഖമൊരു ബിന്ദു, ദുഃഖമൊരു ബിന്ദു. ബിന്ദുവിൽ നിന്നും ബിന്ദുവിലേക്കുള്ള ഒരു പെൻഡുലമാണ് ഈ ജീവിതം. ദുഃഖ സമ്മിശ്രമാണ്, അതൊക്കെ ഉണ്ടാകും. പക്ഷേ ആ ഭഗവാൻ ഉണ്ടെങ്കിൽ ധൈര്യത്തോടെ പോകാം. എന്നോട് പലരും ചോദിക്കാറുണ്ട്, ഷീബയ്ക്ക് വല്ല ഭ്രാന്തുണ്ടോ ഇങ്ങനെ നടക്കാനെന്ന്. ഞാൻ എൻ്റെ ഭർത്താവിനോടും പറയാറുണ്ട്, എനിക്ക് നിങ്ങൾ പട്ടും പൊന്നും ഒന്നും വാങ്ങിത്തരണ്ട, പക്ഷേ എൻ്റെ ഭഗവാനെക്കുറിച്ച് എനിക്ക് വലിയതായിട്ടൊന്നും അറിയില്ല, പക്ഷേ എൻ്റെ ഭഗവാനെക്കുറിച്ച് 2 വാക്ക് പറയാൻ എന്നെ അനുവദിക്കുക, അത് മാത്രമേ എനിക്ക് വേണ്ടൂ എന്ന് പറയാം. അതിനേക്കാൾ വലിയൊരു മാനസികമായ ആനന്ദം മറ്റൊന്നില്ല. എൻ്റെ മക്കൾക്ക് പിറകെ ഞാൻ കാവലിരിക്കാറില്ല. അവർ നന്നായിട്ട് പഠിക്കുന്നു, നല്ല കുടുംബജീവിതം നയിക്കുന്നു. കാരണം ആ മഹാഗുരു കൈവിടാതെ കൂടെയുണ്ട് എന്നുള്ള ഒരു ചിന്തയുണ്ടല്ലോ. കാത്തുകൊള്ളുകങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ എന്ന് പറയുന്നത് അല്ലേ? ചോദിച്ചാൽ ചോദിക്കുന്നത് എന്തും തരുന്ന. ഒരിക്കൽ തമിഴ്നാട്ടിലെ നാഗമ്പാളും രാമസ്വാമിയും ശ്രീനാരായണ ഭഗവാൻ ഇങ്ങനെ ശിവഗിരി കുന്നിൻ്റെ നെറുകയിൽ ഒരു സന്യാസിയുണ്ട്. അവർക്ക് 10-16 വർഷമായി മക്കളില്ല. ഒരുപാട് കാര്യമുണ്ട് കേട്ടോ പറയാൻ, ഞാൻ ചുരുക്കേണ്. അങ്ങനെ ശ്രീനാരായണ ഗുരുദേവനെ കാണാൻ ഇവർ ശിവഗിരിയിലെത്തി. 2 പേരും നാഗമ്പാള് കരയുകയാണ്. രാമസ്വാമി വിഷമത്തോടെ കൂപ്പുകൈയോടെ നിൽക്കുകയാണ്. ഒരു പഴമെടുത്തു കൊടുത്തു, പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. വേറെ ഒന്നും പറഞ്ഞില്ല ഗുരു. 1 വർഷം കഴിഞ്ഞപ്പോൾ ഒരു പൊന്നോമന മകനെ കൊണ്ടുവന്ന് ഗുരുവിൻ്റെ പാതാരവൃന്ദങ്ങളിൽ കിടത്തി. ഗുരുവിനോട് പറഞ്ഞു, ഞങ്ങളുടെ മകന് സ്വാമി ഒരു പേരിടണം. ഗുരുദേവൻ ചോദിച്ചു, പേര് വല്ലതും കണ്ടുവച്ചിട്ടുണ്ടോ? ഒരേ ശ്വാസത്തിൽ ഭാര്യയും ഭർത്താവും പറഞ്ഞു, രാമനെന്നോ ശങ്കരനെന്നോ ഗുരുവിന് ഇഷ്ടമുള്ളതിടാൻ പറഞ്ഞു. ശ്രീനാരായണ ഭഗവാൻ മൊഴിഞ്ഞു, ആ കാലത്ത് ശങ്കർ റാം, ശങ്കരനെയും വിട്ടില്ല രാമനെയും വിട്ടില്ല. ഗുരുദേവനിട്ട പേരാ ശങ്കർ റാം. തമിഴ്നാട്ടിലെ പ്രഗത്ഭനായ ഡോക്ടറായി മാറിയ, ഭിഷഗ്വരനായി മാറിയ ഡോക്ടർ ശങ്കർ റാമിൻ്റെ ആ പൂജാമുറിയിൽ ഒരു ദൈവം ഉണ്ടായിരുന്നു, ശ്രീനാരായണ ഗുരുദേവൻ. അറിയിച്ചു കൊടുക്കുക മക്കൾക്ക് അല്ലേ? നന്മതിന്മകളെ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുക. അവനെ നമുക്ക് വേണ്ട, അവളെ നമുക്ക് വേണ്ട, സംഗതി മൊത്തം കോൺട്ര അല്ലേ? അങ്ങനെ നമ്മുടെ മക്കള് വർത്തമാനത്തിൽ ഡ്രസ്സിങ്ങിൽ അവരുടെ ചിന്തകളിലൊക്കെ കോൺട്രയായി പോവാതെ അവരെയൊക്കെ ഈ ഒരു ഗുരുവിൻ്റെ സ്നേഹത്തേരിലേക്ക് കയറ്റിയിരുത്താൻ ഒന്നേ ഉള്ളൂ മന്ത്രം, ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ ഓരോ അമൃതവാണികളും ഓരോ ഗുരുവാണികളും അന്വർത്ഥമായി തീരണം. ഞാൻ ചുരുക്കുകയാണ്. മഹാഭാരതത്തിൻ്റെ ഒടുക്കത്തിൽ കുരുക്ഷേത്ര യുദ്ധം, മഹാഭാരത യുദ്ധം നമുക്കറിയാം അല്ലേ? കൗരവപ്പട ഒരു ഭാഗത്ത്, പഞ്ചപാണ്ഡവര് മറുഭാഗത്ത്. ആ മഹായുദ്ധം 18 ദിവസം നീണ്ടു നിന്ന യുദ്ധത്തിൻ്റെ ഒടുക്കത്തിൽ കൗരവരിലെ 100 ആൺമക്കൾ, ദുര്യോധനും ദുശാസനും ഒക്കെ മരിച്ചു വീണു. കൗരവപ്പട മുഴുവനും നാശോന്മുഖമായി. അന്ധനായ ധൃതരാഷ്ട്രരും ഭർത്താവിന് കണ്ണു കാണാത്തത് കൊണ്ട്
സ്വന്തം കണ്ണുകളെ മൂടിപ്പുക്കെട്ടി ജീവിച്ച ഗാന്ധാരി ദേവിയും ഈ വാർത്തയറിഞ്ഞു. യുദ്ധത്തിൽ പഞ്ചപാണ്ഡവർ വിജയിച്ചു. കുരുക്ഷേത്ര യുദ്ധഭൂമിയിലേക്ക് യുദ്ധത്തിൻ്റെ അവസാന ഒടുവിലൊടുക്കം ഗാന്ധാരി ദേവി വരുന്നുണ്ട്. ഗാന്ധാരി ദേവി തൻ്റെ കണ്ണുകളുടെ കെട്ട് അവിടെ വെച്ചഴിക്കുമ്പോൾ തൻ്റെ വീരശൂര പരാക്രമികളായ ദുര്യോധനനും ദുശാസനും അടക്കമുള്ളവർ കരചരണങ്ങളകറ്റ് കബന്ധങ്ങളറ്റ് മരണപ്പുഴയിൽ രക്തം വാർന്നൊലിച്ച് കഴുകൻ വട്ടമിട്ട് വിറക്കുന്നു. ചുടുചോരയുടെ ഗന്ധമാണ് അല്ലേ? ചോരപ്പുഴയ്ക്ക് നടുവിൽ പച്ചമാംസത്തിൻ്റെ ഗന്ധത്തിനൊടുവിൽ ഗാന്ധാരി എന്ന അമ്മ ഇങ്ങനെ നിന്നു. ആ മാതൃഹൃദയം വല്ലാതെ നൊന്തു. അവിടെ നിന്നിട്ട് ആ ഗാന്ധാരി ദേവിയുടെ ഒരു വിലാപമുണ്ട്. ഗാന്ധാരി ദേവി കേഴുകയാണ്, ഹേ കൃഷ്ണ. കൃഷ്ണനെ വിളിക്കുക. കൃഷ്ണനായിരുന്നല്ലോ സാരഥി അർജുനന്റെ, തേര് തെളിച്ചവനായിരുന്നല്ലോ. ഹേ കൃഷ്ണ എന്ന് ദ്രൗപദി വിളിക്കുമ്പോൾ ആ ദിഗന്ധങ്ങൾ പൊട്ടുമാറുച്ചത്തിൽ ആ ശബ്ദം മാറ്റൊലി കൊണ്ടു. ഭഗവാൻ കൃഷ്ണൻ പ്രത്യക്ഷനായി. കൃഷ്ണനോട് ഗാന്ധാരി ചോദിക്കുക, ശാപമൊക്കെ കൊടുക്കുന്നുണ്ട്, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഗാന്ധാരി ചോദിക്കുന്നുണ്ട്, 100 ആൺമക്കളെ പ്രസവിച്ച ഈ പെറ്റമ്മയുടെ പട്ടടയിൽ കൊള്ളിവെക്കാൻ, അന്ധനായ ഒരു പിതാവിൻ്റെ പട്ടടയിൽ കൊള്ളിവെക്കാൻ ഒന്നിനെ ബാക്കി വയ്ക്കാമായിരുന്നില്ലേ കൃഷ്ണ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് കൃഷ്ണൻ കൊടുക്കുന്ന ഒരു ഉത്തരമുണ്ട്. അമ്മേ ഗാന്ധാരി ദേവി, അമ്മ കാക്കാത്ത മക്കളെ കാക്കാൻ ഒരു ഭഗവാനും ആവില്ല. അമ്മ കാക്കാത്ത മക്കളെ കാക്കാൻ ഒരു ഭഗവാനും ആവില്ല. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങളുടെ കണ്ണുകൾ, നിങ്ങളുടെ തിരിച്ചറിവ്, നിങ്ങളുടെ ആ ധർമ്മബോധം നിങ്ങളുടെ മക്കളുടെ മേൽ ഉണ്ടാകണം. പണ്ടൊക്കെ ദീ ഒരു ചൂണ്ടാണി വിരൽ ചൂണ്ടി നമ്മുടെയൊക്കെ അച്ഛനമ്മമാര് ഡീ എന്ന് വിളിക്കും, അല്ലെങ്കിൽ ഡാന്ന് വിളിക്കും. അവിടെ നിൽക്കും നമ്മള് അല്ലേ? ഡീ എന്ന് വിളിച്ച് അവിടെ നിൽക്കില്ലേ? ഡാന്ന് വിളിച്ച് അവിടെ നിൽക്കും. ഇന്ന് ഈ ചൂണ്ടാണി വിരലിൻ്റെ ശക്തി നഷ്ടപ്പെട്ട മാതാപിതാക്കൾ ഡീ എന്ന് വിളിച്ചാൽ പോതള്ളയെന്ന് പറയും അല്ലേ? അങ്ങനെയുള്ളവരെയല്ല വളർത്തി വലുതാക്കി കൊണ്ടുവരേണ്ടത്. ആ നേരിൻ്റെ നന്മയുടെ മുകുളങ്ങളെ സൃഷ്ടിച്ചെടുക്കാൻ ഈ ചൂണ്ടാണി വിരലിൻ്റെ ശക്തി നഷ്ടപ്പെടാത്തവരായി ഓരോ മാതാപിതാക്കളും മാറുമ്പോൾ നമ്മുടെ മക്കൾ ഭഗവാനെ അറിയും. SNDP യോഗം എന്ന മഹാസംഘടനയെ അറിയും. സംഘടനകളുടെ മാതാവായ ഏഷ്യയിലെ ഏറ്റവും വലിയ മഹാസംഘടനയായ SNDP യോഗത്തിൽ വന്നാൽ എന്ത് കിട്ടും എന്ന് ചോദിച്ചാൽ ഒന്നും കിട്ടണ്ട. ഈ സംഘടനയിൽ പ്രവർത്തിക്കാൻ ബാധ്യതപ്പെട്ടവരാ ഞാനും നിങ്ങളും. എന്തുകൊണ്ടാണെന്നോ, ഞാൻ ആദ്യം പറഞ്ഞില്ലേ, തുണി ഉടുപ്പിക്കാൻ, പല്ല് തേക്കാൻ, കുളിപ്പിക്കാൻ, അമ്പലത്തിൽ പോകാൻ, വഴിയിലൂടെ നടക്കാൻ ഒക്കെ ആ ഒരു അസ്തിത്വത്വം നേടിത്തന്നത് ഭഗവാനല്ലേ? മന്ത്രിസഭയാ തന്നത്? അല്ലല്ലോ. 73 വർഷക്കാലം ശ്രീനാരായണ ഭഗവാൻ അവതാര ലീലകളാടിയത് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കാനാണ്. ആ ഭഗവാൻ സ്ഥാപിച്ച സംഘടനയാണ് SNDP യോഗം. ആ മഹാസംഘടനയിൽ അണിചേരുക.